നമ്മൾ ഒന്നാമതായി മനസ്സിലാക്കേണ്ടത് അള്ളാഹുവാണ് അധികാരങ്ങളുടെ മുഴുവനും അധിപനെന്നും അവനാണ് ആർക്കും ഭൂമിയിലെ പരിമിതമായ അധികാരം നൽകുന്നത് എന്നുമാണ്. ഈ പ്രപഞ്ചത്തിന്റെ അധീശാധികാരി പടച്ചവനാണ്. അവന്റെ പരമാധികാരത്തിൽ കൈകടത്തുവാൻ ഒരാൾക്കും സാധ്യമല്ല. അവന്റെ അധികാര പരിധിയിൽപ്പെട്ടതാണ് ഈ ഭൂമി. ഭൂമിയിൽ ജീവിക്കുന്ന മനുഷ്യരുടെ ഭൗതികമായ വർത്തനങ്ങളുടെ നിയന്ത്രിക്കുവാനുള്ള അധികാരം അതാണ് രാജാക്കന്മാർക്കാണെങ്കിലും ജനപ്രതിനിധികൾക്കാണെങ്കിലും എല്ലാം ഉള്ളത്. ആ അധികാരം നൽകുന്നതും എടുക്കുന്നതുമെല്ലാം അള്ളാഹുവാണ്. പരിശുദ്ധ ഖുർആനിലെ 3-ാമത്തെ അധ്യായം സൂറത്ത് ആൽ ഇംറാനിൽ വളരെ കൃത്യമായി അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തരുന്നതാണ്. ആൽ ഇംറാനിൽ 26-ാമത്തെ വചനം, ഖുലില്ലാഹുമ്മ മാലിക്കൽ മുൽക്ക് തൂതിൽ മുൽക മൻ തശാ വതൻസിഉൽ മുൽക മിമ്മൻ തശാ വതുഇസ്സു മൻ തശാ വതുസില്ലു മൻ തശാ ബിയദികൽ ഖൈർ ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ. അള്ളാഹുവാണ് മാലിക്കുൽ മുൽക്ക്, ആ രാജാക്കന്മാരുടെ മുഴുവനും പരമാധികാരി. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ അധികാരം നൽകുന്നു, അവൻ ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് അവൻ അധികാരം എടുത്തു കളയുന്നു, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പ്രതാപം നൽകുന്നു, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ നിന്ദ്യത നൽകുകയും ചെയ്യുന്നു. അവന്റെ കയ്യിലാണ് നന്മകൾ മുഴുവനും ഉള്ളത്. എല്ലാ കാര്യങ്ങളുടെയും അധീശാധികാരം അവനാകുന്നു. പരിശുദ്ധ ഖുർആനിൽ ഈ വചനത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത് ഫിർഔനിന് അധികാരം നൽകിയത്, നമ്രൂദിന് അധികാരം നൽകിയത്, അബൂജഹലിന് അധികാരം നൽകിയത് എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ്. അതേപോലെ തന്നെ ദാവൂദ് നബിക്കും സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കുമെല്ലാം അധികാരം നൽകിയതും പടച്ചവനാണ്. ഇവിടെ അധികാര കേന്ദ്രങ്ങൾ മുസ്ലിമിന് പ്രയാസകരമായി ഭവിക്കുന്നുവെങ്കിൽ അത് അള്ളാഹുവിൽ നിന്നുള്ളൊരു പരീക്ഷണമാണ് എന്ന് മനസ്സിലാക്കി ആ പരീക്ഷണത്തിന് അർഹരാകുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ മുസ്ലിങ്ങൾ വ്യക്തികൾ എന്നുള്ള നിലക്ക്, സമൂഹം എന്നുള്ള നിലക്ക് എന്തെങ്കിലും തിരുത്തലുകൾ ആവശ്യമുണ്ടെങ്കിൽ അത് തിരുത്തുവാനുള്ള സമയമാണിത് എന്നാണ് നമ്മൾ ഒന്നാമത് മനസ്സിലാക്കേണ്ടത്. അധികാര കേന്ദ്രങ്ങളെ പഠിക്കുന്നത് കൊണ്ട് മാത്രം കാര്യമില്ല. തീർച്ചയായും അധികാര കേന്ദ്രങ്ങളിൽ തിരുത്താവശ്യമുള്ളിടത്ത് തിരുത്തണം. പക്ഷേ അതിനപ്പുറത്ത് ഇത്ര വലിയൊരു പരീക്ഷണം മുസ്ലിങ്ങൾക്ക് ലോകാടിസ്ഥാനത്തിൽ വരുന്നതിന് എന്താണ് അതിന് കാരണമെന്ന്, എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന്, മുസ്ലിങ്ങൾക്ക് ഇത്തരം ഒരു പരീക്ഷണം ഉണ്ടാകുന്നതിന് മുസ്ലിങ്ങളുടെ വിശ്വാസപരമായ, കർമ്മപരമായ, സ്വഭാവപരമായ അവരുടെ ഉത്തരവാദിത്ത നിർവഹണവുമായി ബന്ധപ്പെട്ട എവിടെയെങ്കിലും ഉണ്ടായ പിഴവുകൾ കാരണമാണോ എന്ന് സ്വയം പരിശോധനക്ക് വിധേയമാക്കേണ്ട സമയമാണിത് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ എങ്ങനെ സങ്കടപ്പെടുന്ന സന്ദർഭത്തിലും നമ്മൾ അറിയേണ്ട ഒരു കാര്യം, അള്ളാഹുവിന്റെ വിധിക്കതീതമായി ഈ പ്രപഞ്ചത്തിൽ യാതൊന്നും സംഭവിക്കുന്നില്ല എന്നാണ്. ഈ കാര്യങ്ങളിൽ 6-ാമത്തെ കാര്യമായി നമ്മൾ പഠിച്ചിട്ടുള്ളത് നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും അള്ളാഹുവിന്റെ കൃത്യമായ കൽപ്പനക്കും വിധിക്കും അനുസരിച്ചുകൊണ്ടാണ് ഈ പ്രപഞ്ചത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം അതാണ്. അങ്ങനെയാകുമ്പോൾ ഇപ്പോൾ മുസ്ലിങ്ങൾക്ക് നേരിടുന്ന ഏത് പ്രശ്നമുണ്ടെങ്കിലും പ്രയാസമുണ്ടെങ്കിലും അത് അള്ളാഹുവിന്റെ വിധിയുടെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കുകയും അള്ളാഹുവിന്റെ വിധി അവന്റെ റഹ്മത്തിന്റെ ഭാഗമാണ് എന്നറിയുകയും ആത്യന്തികമായി ഇത് നന്മയാണ് എന്ന് മനസ്സിലാക്കുകയും ചെയ്യേണ്ടവനാണ് മുസ്ലിം. പരിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, മാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ൽ. എന്താണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്? തീർച്ചയായും അവർക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഭൂമിയിൽ, അല്ലെങ്കിൽ അവരുടെ സ്വന്തം ദേഹത്തിൽ, അത് കൃത്യമായും മുൻപൊരു കിതാബിൽ രേഖപ്പെടുത്തപ്പെട്ട രൂപത്തിലല്ലാതെയില്ല. വളരെ കൃത്യമാണ് കാര്യം. എന്ത് പ്രയാസമുണ്ടാകുന്നുണ്ടെങ്കിലും എന്ത് പ്രശ്നമുണ്ടെങ്കിലും അതെല്ലാം അള്ളാഹുവിന്റെ വിധിക്ക് വിധേയമായി സംഭവിച്ചു കൊണ്ടിരിക്കുന്നതാണ്. അള്ളാഹുവിന്റെ വിധിയാകട്ടെ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ പ്രകടനത്തിന്റെ ഭാഗമാണ് താനും. അള്ളാഹു അർ-റഹ്മാനാണ്. അർ-റഹ്മാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൽ നിന്ന് എന്തൊക്കെയുണ്ടാകുന്നുണ്ടോ അതെല്ലാം ആത്യന്തികമായി കാരുണ്യമായിരിക്കും. അപ്പോൾ ഇവിടെ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും ഭരണ സംവിധാനങ്ങൾ അവന് വലിയ പ്രയാസമുണ്ടാക്കുന്നുണ്ടെങ്കിൽ അവൻ ആലോചിക്കേണ്ടത് ആ പരീക്ഷണത്തിന് വിധേയമാകുവാൻ
തക്ക രൂപത്തിൽ എൻ്റെ വിശ്വാസത്തിൽ, എൻ്റെ കർമ്മങ്ങളിൽ, എൻ്റെ വർത്തനങ്ങളിൽ, എൻ്റെ പെരുമാറ്റങ്ങളിൽ അള്ളാഹു എന്നെ ഏൽപ്പിച്ച ഉത്തരവാദിത്വത്തിൻ്റെ നിർവഹണത്തിൽ എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നാണ്. അത് ഇല്ല എങ്കിൽ തീർച്ചയായും ഈ വിധി ആത്യന്തികമായി അള്ളാഹുവിൽ നിന്നുള്ളതാണ് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ആത്യന്തികമായി ഇത് മുസ്ലിങ്ങൾക്കും ലോകത്തിനുമെല്ലാം നന്മയായി മാത്രമേ ഭവിക്കൂ എന്നുള്ള പാഠമാണ് നമ്മൾ രണ്ടാമതായി പഠിക്കേണ്ടത്. മൂന്നാമതായി, പിശാചും അവൻ്റെ പണിയാളുകളും മുസ്ലിങ്ങളെ ഭയപ്പെടുത്തുവാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ പിശാചിന് വഴിപ്പെട്ടുകൊണ്ട് ഭയപ്പെട്ട് ഇസ്ലാമിൽ നിന്ന് പിന്നോട്ട് പോവുകയല്ല, ഇസ്ലാമിന് വേണ്ടിയുള്ള ജിഹാദിൽ നിന്ന് പിന്നോട്ട് പോവുകയല്ല മുസ്ലിങ്ങൾ എന്ന പാഠമാണ് നമ്മൾ പഠിക്കേണ്ടത്. ഭയവും വേവലാതിയും സൃഷ്ടിക്കുന്ന എത്ര വലിയ പരീക്ഷണ ഘട്ടങ്ങളുണ്ടായാലും ആ ഘട്ടങ്ങൾ മുസ്ലിമിൻ്റെ ഈമാൻ വർദ്ധിപ്പിക്കുക മാത്രമാണ് ചെയ്യുക എന്നാണ് പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും കാണിച്ച മാതൃകയും അത് തന്നെയാണ്. ഉഹുദിലെ സംഭവം നോക്കുക. ഉഹുദിൽ മുസ്ലിങ്ങൾക്ക് രണ്ടാം ഘട്ടത്തിൽ വലിയ പരാജയമുണ്ടായി. നമുക്കറിയാം, മുസ്ലിം സൈന്യത്തിൽപ്പെട്ട പലരും പിന്തിരിഞ്ഞോടി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പരിക്ക് പറ്റി. പക്ഷേ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്ദർഭോചിതമായ ഇടപെടൽ കാരണം അവസാനം മക്ക മുശ്രിക്കുകൾ ഉഹുദിൽ നിന്ന് ഓടിപ്പോകുന്ന അവസ്ഥാവിശേഷമുണ്ടായി. അങ്ങനെ ഓടിപ്പോകുന്ന സന്ദർഭത്തിലും അവർ വഴിയിൽ വെച്ച് തിരിച്ചു പോരരുത് എന്ന് വിചാരിച്ച് പ്രവാചകനും ഏതാനും സഹാബിമാരും അവരുടെ പിന്നിൽ പിന്തുടർന്ന് പോയി. അവിടെ വെച്ച് അബൂ സുഫിയാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വെല്ലുവിളിച്ചു, അടുത്ത കൊല്ലം ബദറിൽ വെച്ച് കാണാമെന്ന്. അടുത്ത കൊല്ലം ബദറിൽ വെച്ച് കാണാം എന്ന് വെല്ലുവിളിച്ചു. ബദറിലെ വ്യാപാരത്തിനിടക്ക് ഒരു അടുത്ത വർഷം യുദ്ധം ചെയ്യാമെന്നാണ് അബൂ സുഫിയാൻ ഉദ്ദേശിച്ചത്. പക്ഷേ മക്കക്കാർക്ക് ഇടക്കുണ്ടായ ക്ഷാമവും പ്രശ്നങ്ങളും കാരണം യുദ്ധത്തിന് ഒരുങ്ങാൻ സാധിച്ചില്ല. അവർക്കറിയാമായിരുന്നു ബദറിൽ വെച്ച് വീണ്ടും ഏറ്റുമുട്ടിയാൽ അവിടെ മുസ്ലിങ്ങൾക്ക് വിജയമുണ്ടാകുമെന്ന്. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങളുടെ മനസ്സിൽ ഭയപ്പാടുണ്ടാക്കുവാൻ വേണ്ടി അബൂ സുഫിയാൻ ഒരു പുതിയ തന്ത്രം മെനയുകയാണ് ചെയ്തത്. നുഐം ഇബ്നു മസ്ഊദ് എന്ന് പറയുന്ന മനുഷ്യനെ മെല്ലെ മദീനയിലേക്ക് പറഞ്ഞയക്കുകയും മക്കയിൽ മുശ്രിക്കുകൾ വലിയ സന്നാഹങ്ങൾ നടത്തുന്നുണ്ട് എന്ന ധാരണ ഉണ്ടാക്കാൻ ശ്രമിക്കുകയുമാണ് ചെയ്തത്. മക്കയിൽ ഇതാ മുശ്രിക്കുകൾ നിങ്ങളെ തകർക്കുവാൻ പറ്റുന്ന വലിയ സൈന്യ സന്നാഹങ്ങൾ നടത്തുന്നു, അതുകൊണ്ട് തന്നെ ബദറിലേക്ക് പോകേണ്ടതില്ല എന്ന രൂപത്തിൽ ഉള്ള പ്രചാരണവുമായി ഈ മനുഷ്യന്റെ ആളുകൾ രംഗത്ത് വന്ന സമയത്ത് സത്യവിശ്വാസികളായ ആളുകൾക്ക് ഈമാൻ വർദ്ധിക്കുകയാണ് ചെയ്തത് എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നു. ഖുർആനിലെ സൂറത്ത് ആൽ ഇംറാനിലെ 173-ാമത്തെ വചനം ഈ കാര്യമാണ് പരാമർശിക്കുന്നത്. അല്ലദീന ഖാന ലഹുമുന്നാസു ഇന്നന്നാസ ഖദ് ജമഉ ലക്കും ഫഖ്ശൗഹും ഫസാദഹും ഈമാനാ. അവിടെ ജനങ്ങൾ നിങ്ങൾക്കെതിരെ സംഘടിച്ചിരിക്കുന്നു, നിങ്ങൾക്കെതിരെ ആളുകളെ ഒരു കൂട്ടിയിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവരുടെ ഈമാൻ വർദ്ധിക്കുകയാണ് ചെയ്തത്. അവർ പറഞ്ഞത് എന്താണ്? ജനങ്ങൾ നിങ്ങൾക്കെതിരെ ഒരുമിച്ച് കൂടിയിരിക്കുന്നു, നിങ്ങൾ അവരെ ഭയപ്പെടണം, നിങ്ങൾ അവരെ ഭയപ്പെടണമെന്ന് പറഞ്ഞപ്പോ ഭയപ്പെട്ട് ചൂളിപ്പോവുകയല്ല, ഫസാദഹും ഈമാന, അവരുടെ ഈമാൻ വർദ്ധിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് അവർ പറഞ്ഞത് എന്താ? വഖാലു ഹസ്ബുനല്ലാഹ് വനിഅമൽ വകീൽ. അത് അവരപ്പോൾ പറഞ്ഞു, സഹാബിമാർ പറഞ്ഞു, ഇസ്ലാമിന്റെ ആളുകൾ പറഞ്ഞു, അള്ളാഹുവിൽ ഞങ്ങൾ ഭരമേൽപ്പിച്ചിരിക്കുന്നു. ആര് വന്നാലും, അബൂ സുഫിയാന്റെ 10,000 അണിനിരക്കുന്ന പട വന്നാലും ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല, ഞങ്ങൾ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. ഭരമേൽപ്പിക്കുവാൻ ഏറ്റവും ഉത്തമനായവൻ അള്ളാഹു തന്നെയാണ്. ഇങ്ങനെ പറയാൻ കഴിഞ്ഞു എന്നുള്ളതാണ് മുഅ്മിനുകളുടെ സവിശേഷത. മുഅ്മിനുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏത് ലോകം ഭയപ്പെടുത്തുന്ന ഏത് സാഹചര്യമുണ്ടെങ്കിലും അവരുടെ ഈമാൻ വർദ്ധിക്കുകയാണ് ചെയ്യുക. ആ ഈമാനിന്റെ വർധനവിനനുസരിച്ച് ആയിരിക്കും അവരുടെ പ്രതികരണങ്ങൾ ഉണ്ടാവുക. അവർ മാളങ്ങളിലേക്ക് ചൂർന്നു പോവുകയല്ല, ഇസ്ലാമിക ദഅവത്ത് നിർത്തിവെക്കുകയല്ല, മുസ്ലിം ആണ് എന്ന രൂപത്തിലുള്ള ചിഹ്നങ്ങളെല്ലാം ഒഴിവാക്കുകയല്ല, ഏതെങ്കിലും ലോക സാഹചര്യത്തോട്
പൊരുത്തപ്പെട്ട് അതിനോട് ഇഴുകിച്ചേരുകയല്ല, മറിച്ച് മുസ്ലിമായി നിലനിന്നുകൊണ്ട് തന്നെ സമൂഹത്തിൽ താൻ നിർവഹിക്കേണ്ട ദൗത്യം നിർവഹിക്കുകയാണ് ചെയ്യുക. ഇതാണ് സ്വഹാബിമാർ നമ്മളെ പഠിപ്പിച്ചത്. അല്ലെങ്കിലും അള്ളാഹുവിനെ അറിയേണ്ടതുപോലെ അറിയാത്തത് കൊണ്ടാണ് ഭയപ്പാട് നമ്മുടെ ഹൃദയങ്ങൾക്കകത്തേക്ക് കടന്നു വരുന്നത്. പരിശുദ്ധ ഖുർആൻ വ്യക്തമാക്കുന്നത് ഭയപ്പാട് മനസ്സിലുണ്ടാക്കുന്നത്, ദുനിയാവിനെ കുറിച്ചുള്ള ഭയപ്പാട് മനസ്സിലുണ്ടാക്കുന്നത് ശൈത്താനാണ്, പിശാചാണ് എന്നാണ്. സൂറത്തു ബഖറയിലെ 268 വചനം തുടങ്ങുന്നത് തന്നെ അതാണല്ലോ. അശ്ശൈത്താനു യഅദുകുമുൽ ഫഖറ വയഅമുറുകും ബിൽ ഫഹ്ശാ വല്ലാഹു യഅദുകും മഗ്ഫിറതൻ മിൻഹു വഫളൻ എന്നാണ്. അഥവാ ചെകുത്താനാണ് നിങ്ങളുടെ ഹൃദയങ്ങൾക്കകത്ത് ദുനിയാവിനെ കുറിച്ചുള്ള, ദാരിദ്ര്യത്തെ കുറിച്ചുള്ള ഭയപ്പാട് സൃഷ്ടിക്കുന്നത്. എന്നിട്ട് തിന്മകൾ ചെയ്യാൻ, തോന്നിവാസങ്ങൾ ചെയ്യാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്നത് ശൈത്താനാണ്. എന്നാൽ അല്ലാഹുവാകട്ടെ അവൻ വാഗ്ദാനം ചെയ്യുന്നത് അവന്റെ അനുഗ്രഹമാണ്, അവന്റെ മഅഫിറത്താണ്, അവന്റെ പാപമോചനമാണ്. ഇതാണ് യഥാർത്ഥത്തിൽ ഒരു മുസ്ലിമിന്റെ മനസ്സിലുണ്ടാകേണ്ടത്. ദുനിയാവിലെ ഏതേത് സാഹചര്യങ്ങളുണ്ടെങ്കിലും ആ സാഹചര്യങ്ങളിൽ നമ്മുടെ മനസ്സിൽ ഏതെങ്കിലും രൂപത്തിലുള്ള ഭയപ്പാടുണ്ടാകുന്നുവെങ്കിൽ ആ ഭയപ്പാട് സൃഷ്ടിക്കുന്നത് പിശാചാണ്. പിശാചിൽ നിന്ന് രക്ഷപ്പെട്ട് അള്ളാഹുവിൽ കാര്യങ്ങൾ ഭരമേൽപ്പിക്കുകയാണ് മുസ്ലിമിന്റെ രീതി. അതാണ് നാലാമത്തെ കാര്യം, അള്ളാഹുവിനെ മാത്രം ഭയപ്പെടുക എന്നതാണ് നമ്മുടെ രീതി. അള്ളാഹുവിനെയല്ലാതെ ദുനിയാവിലുള്ള യാതൊന്നിനെയും ഭയപ്പെടാതിരിക്കുക. ആത്യന്തികമായി അള്ളാഹുവിന് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ എന്ന് നമുക്കറിയാം. ഇവിടെ വെച്ച് ആരെങ്കിലും എന്തെങ്കിലും ചെയ്താലും അത് നമ്മെ സംബന്ധിച്ചിടത്തോളം സർവ്വലോക രക്ഷിതാവായ തമ്പുരാന്റെ പരീക്ഷണമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ അവന്റെ നീതിക്ക് വേണ്ടി, അവന്റെ നിയമങ്ങൾക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുന്നു. അവനല്ലാതെ ഈ പ്രപഞ്ചത്തിൽ യാതൊന്നും തന്നെ ചെയ്യുവാൻ ആർക്കും സാധ്യമല്ല. രണ്ടാം ബദറിന് മുൻപത്തെ മുസ്ലിങ്ങളെ ഭയപ്പെടുത്തുവാൻ വേണ്ടി ശ്രമിച്ച നുഐം ഇബ്നു മസ്ഊദിനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറയുന്ന, നേരത്തെ പറഞ്ഞ 173 വചനത്തിന് ശേഷമുള്ള 175 വചനത്തിൽ പറയുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധേയമാണ്. ഇന്നമാ ദാലികുമുശ് ശൈത്വാനു യുഖവ്വിഫു ഔലിയാഅഹു ഫലാ തഖാഫുഹും വഖാഫൂനി ഇൻ കുൻതും മുഅ്മിനീൻ. തീർച്ചയായും പിശാച് മാത്രമാണ് അവന്റെ ഔലിയാക്കളെക്കുറിച്ച്, സഹായികളെക്കുറിച്ച് ഭയപ്പാടുണ്ടാക്കുന്നത്. അതുകൊണ്ട് അവരെ നിങ്ങൾ ഭയപ്പെടരുത്, പിശാചിനെ നിങ്ങൾ ഭയപ്പെടരുത്, പിശാചിന്റെ പണിയാളുകളെ നിങ്ങൾ ഭയപ്പെടരുത്. നിങ്ങൾ എന്നെ ഭയപ്പെടുക, നിങ്ങൾ വിശ്വാസിക്കുന്നവരാണെങ്കിൽ. അള്ളാഹുവിനെ ഭയപ്പെടുക, അള്ളാഹുവിൽ കാര്യങ്ങൾ ഭരമേൽപ്പിക്കുക. ഹസ്ബുനല്ലാഹ് വനിഅമൽ വക്കീൽ. അള്ളാഹുവിൽ കാര്യങ്ങൾ ഭരമേൽപ്പിച്ചിരിക്കുന്നു. ഭരമേൽപ്പിക്കപ്പെടാൻ ഏറ്റവും അർഹൻ അള്ളാഹു തന്നെയാണ്. അത് തന്നെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തീയിലേക്ക് എറിയപ്പെടാൻ നേരത്ത് പറഞ്ഞ കാര്യം, ഹസ്ബുനല്ലാഹ്, അള്ളാഹുവിൽ ഞാൻ ഭരമേൽപ്പിച്ചിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സൗർ ഗുഹയിൽ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി ഒളിച്ചിരുന്ന സന്ദർഭത്തിൽ പ്രവാചകൻ പറഞ്ഞ കാര്യവും അത് തന്നെ, ഹസ്ബുനല്ലാഹ്, അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു മുഅ്മിനിന് പിന്നെ ദുനിയാവിൽ ആരെയും ഭയപ്പെടേണ്ടതില്ല. ഏത് പരീക്ഷണങ്ങൾ വന്നു ഭവിക്കുകയാണെങ്കിലും ആ പരീക്ഷണങ്ങളിൽ പതറാതിരിക്കുകയും ആത്യന്തികമായി അള്ളാഹുവിൻ്റെ റഹ്മത്താണ് ആ പരീക്ഷണം എന്ന് മനസ്സിലാക്കുകയും സ്വന്തം ഉത്തരവാദിത്വങ്ങളിൽ നിന്നൊരിക്കലും തിരിച്ചു പോകാതെ ആ ഉത്തരവാദിത്തങ്ങളെല്ലാം നിർവഹിച്ചുകൊണ്ട് നിലനിൽക്കുകയും ചെയ്യുകയാണ് മുസ്ലിമിൻ്റെ രീതി. അതാകണം ലോകത്തെങ്ങുമുള്ള മുസ്ലിമിൻ്റെ രീതി. അപ്പോഴേ അള്ളാഹുവിൻ്റെ സഹായമുണ്ടാകൂ എന്ന അതാണ് ഇക്കാര്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്.